ഒരു ദേവാലയത്തിലേക്ക് എല്ലാ ജനങ്ങളും എല്ലായിടത്തു നിന്നും പല കാലത്തും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദേവാലയത്തിലേക്ക് തീർത്ഥാടനത്തിന് വേണ്ടി മുഹമ്മദ് നബിയും സംഘവും വന്നപ്പോൾ യാതൊരു പ്രകോപനവുമില്ലാതെ അബൂ സുഫിയാൻ, ഈ അബൂ സുഫിയാനാണ് കേട്ടോ പിന്നീട് റളിയല്ലാഹു അൻഹുവായി മാറി നമ്മളൊക്കെ തലയിലെടുത്ത് വെക്കുന്ന കക്ഷി, ഇയാൾ വന്നിട്ട് പ്രവാചകനോട് പറയുന്നത് മക്കയിലേക്ക് പ്രവേശിക്കരുത്, നിങ്ങൾ തിരിച്ചു പോകണം എന്നാണ്. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഞങ്ങൾ ഉംറ തീർത്ഥാടകരായിട്ടാണ് വന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് വേറൊരു ഉദ്ദേശമില്ല ഈ നാട് പിടിച്ചെടുക്കണമെന്നോ അല്ലെങ്കിൽ ഇവിടെ താമസിക്കണമെന്നോ, ഞങ്ങൾ ഉംറയും കഴിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി വന്നവരാണ്. പക്ഷെ ഇതൊന്നും അവർക്ക് ബാധകമായിരുന്നില്ല. അവർ പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോകണം, വേണമെങ്കിൽ അടുത്ത വർഷം വന്നുള്ളൂ. അവരുടെ ഒരു ഔദാര്യം എന്ന നിലക്ക് ഇവിടെ വളരെ വൈകാരികമായ അന്തരീക്ഷമാണ്. കാരണം ഒരു ആരാധന ഒരു കാരണമില്ലാതെ അന്യായമായി ആരാധന തടസ്സപ്പെടുത്തുന്നു, തിരിച്ചു പോകാൻ പറയുന്നു. തങ്ങളുടെ നാട് തങ്ങൾ പരിപാലിച്ചിരുന്ന ഭവനം ഇങ്ങോട്ടൊക്കെ വന്നപ്പോൾ തടഞ്ഞ് തിരിച്ചു പോകാനാണ് പറയുന്നത്. ഈ വന്നവരോ എല്ലാം ഗോത്രജന വിഭാഗങ്ങളാണ്. അനങ്ങിയാൽ വിട്ട്, കുത്ത്, യുദ്ധം, കൊല, ഇതൊക്കെയാണ് അവർക്ക് ആകെപ്പാടെ അറിയാവുന്ന കലാപരിപാടികൾ. ഇതൊക്കെയാണുള്ളത്. പ്രവാചകൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടൊരു തീരുമാനം എടുക്കുന്നു. വലിയ കൂടിയാലോചനകളൊന്നും ഉണ്ടായില്ല. കാരണം കൂടിയാലോചിക്കേണ്ട സമയമല്ലെന്ന് പ്രവാചകന് നന്നായിട്ട് അറിയാം. പ്രവാചകൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടൊരു തീരുമാനം എടുക്കുന്നു, ഞങ്ങൾ തിരിച്ചു പോയിക്കൊള്ളാം. നിരുപാധികം. ഇത് വന്നവരെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. ഈ നിങ്ങൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് പ്രവാചകനെ സമീപിച്ച ആളുകളെ പോലും ഞെട്ടിച്ചു കളഞ്ഞു പ്രവാചകന്റെ തീരുമാനം, ഞങ്ങൾ തിരിച്ചു പോയിക്കൊള്ളാം. ഇവിടെയാണ് ഒരു ഗുരു ആരാണ്, എന്താണ് എന്ന് ലോകം അറിയുന്നത്. പ്രവാചകൻ ലോകത്തെ ഒരു പാഠം പഠിപ്പിക്കുകയായിരുന്നു. ആ ഒരു ഹുദൈബിയ സന്ധിയാണ് വിമോചനത്തിന്റെ വാതിൽ തുറന്നത്.